എത്ര നാം പിന്നിട്ടു പോന്നു വിയോഗങ്ങൾ, തിക്തമധ്യാഹ്നങ്ങൾ, എത്ര സന്ധ്യകൾ, എത്ര വിനാശഭരിതമാം ക്ഷോഭങ്ങൾ, എത്രയടക്കിപ്പിടിച്ചുള്ള ഭ്രാന്തികൾ, നങ്കൂരമറ്റ നരകവ്യഥകൾ തൻ നെഞ്ചിടിപ്പും കെട്ടുപോയ നിമിഷങ്ങൾ, നിലയറ്റ സഹനങ്ങൾ, നീറുമേകാകിതകൾ, നീളെ നിശ്വാസങ്ങൾ, തീർത്തൊരാ രാത്രികൾ. മനുഷ്യരാശി അവസാനിക്കുന്നിടത്തോളം കാലം ദസ്തയേവ്സ്കിയുടെ പ്രസക്തി ഭംഗപ്പെടുകയില്ല. അറിയുവാനാർക്കുമാകാത്തതാമുണ്മയ തിരയുകയായിരുന്നു ഞാൻ, നിരന്തരം നിലവിളിക്കുന്ന പുരാണങ്ങളിൽ പോലും ഉയിരെടുക്കുന്നതല്ലെന്റെ സത്യം സ്ഥിരം. വരികാത്മമിത്രമേ, കുതറുന്നിതൻ ക്ഷീണ ഹൃത്തിതിന്നെങ്കിലും പകരുവാനാകാതെ വയ്യെനിക്ക് മൗനമിഴയും കുഴഞ്ഞ വെളിച്ചങ്ങളിൽ എന്നെ കരുതുവാൻ കൈകളിൽ ഒന്നുമില്ലൻ പുരാസ്മൃതികൾ കലമ്പുന്നു നിന്റെ വിഭ്രാന്തികൾ. കുട്ടിക്കാലം മുതൽ അദ്ദേഹം വായിച്ചു വന്നിരുന്ന പുണ്യഗ്രന്ഥമാണ് ബൈബിൾ. ജയിലിനകത്ത് വായിക്കാൻ അനുവദിക്കപ്പെട്ടിരുന്ന ഒരേ ഒരു ഗ്രന്ഥവും ബൈബിളാണ്. ദസ്തയേവ്സ്കിക്ക് ജയിൽ യാത്രയ്ക്കിടയ്ക്ക് താൻ സൂക്ഷിച്ചിരുന്ന ബൈബിൾ കൈമോശം വന്നു. പക്ഷേ അന്ന് രാത്രി തന്നെ അദ്ദേഹത്തിന് മറ്റൊരു ബൈബിൾ കിട്ടി. കാരണം ഡിസംബറിസ്റ്റ് വിപ്ലവം എന്നൊരു വിപ്ലവം റഷ്യയിൽ നടന്നിരുന്നു. അത് ആരു കേൾക്കുവാനാണ് ഈ ഗാനം, എങ്കിലും അയാൾ പാടുന്നുണ്ടാരോഹങ്ങൾ, അതിന്മേലാരോഹങ്ങൾ, അഗ്നിയിൽ തുടുത്തൊരു ഹൃദയം തുടിക്കുന്നുണ്ടുച്ചലമതിലെങ്കിൽ ആരു കൈക്കൊള്ളുവാനാണ്. പാതയിലിരമ്പുന്നു വിഹ്വലം നഗരത്തിൻ നേരുകേടുകൾ, തിങ്ങി നിറയും ഇരമ്പങ്ങൾ. അതിൽ ദസ്തയേവ്സ്കിയുടെ സമകാലികനായിരുന്ന, ദസ്തയേവ്സ്കിയോളം പ്രാമാണ്യം കൈവന്നിരുന്ന ടോൾസ്റ്റോയ് എന്ന മഹാസാഹിത്യകാരൻ ദസ്തയേവ്സ്കി 59-ാമത്തെ വയസ്സിൽ ശ്വാസകോശത്തിലെ ഒരു ഞരമ്പ് പൊട്ടി മരിച്ചപ്പോൾ തൽക്ഷണം പ്രസ്താവിച്ചത്, ആ വാർത്ത കേട്ടപ്പോൾ പ്രസ്താവിച്ചത്, എന്നിൽ നിന്നെന്തോ അടർന്നു പോയിരിക്കുന്നു എന്നാണ്. 90കളുടെ അവസാനത്തിൽ ഒരു ദിവസം ഞാൻ ജോലി ചെയ്തിരുന്ന ഓഫീസിൽ മുംബൈ വന്നു. എന്നിട്ട് മലയാളത്തിൽ ഗസൽ പാടുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ്. ഗസൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ആദ്യം സംശയത്തോടുകൂടിയാണ് സ്വീകരിച്ചത്. പക്ഷേ പിന്നീട് ഞാൻ മുംബൈയിൽ ചേർന്ന് എറണാകുളത്തെ ഗസ്റ്റ് ഹൗസിൽ ഒരു 4-5 ദിവസം ഒരുമിച്ചിരുന്ന് 12ഓളം ഗസലുകൾ തയ്യാറാക്കി. എന്തോ കുടുങ്ങുന്നതുണ്ടെൻ്റെ തൊണ്ടയിൽ, ചിരകാല സംയതമാമൊരു നീറ്റലാം, നിന്ദൗഷ്ട്യ നഖമുനകൾ വീഴ്ത്തിയ പാടുകൾ, നിന്റെ ക്രൗര്യങ്ങൾ ദംശിച്ച കനവുകൾ, നിന്റെ രഹസ്യം ഗനിയുന്ന കണ്ണുകൾ. 76 ഞാൻ UC കോളേജിൽ പഠിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പോൾ അന്ന് അതിനുശേഷം അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം ഞങ്ങളൊക്കെ ഇവിടെ അന്ന് കവിതയ്ക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് വന്നു. കടമ്പനിട്ട സച്ചിദാനന്ദൻ, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, സിവിക് ചന്ദ്രൻ, അയ്യപ്പൻ, അവരുടെയൊക്കെ ഒരു പ്രവർത്തനം ശക്തമായ സമയമായിരുന്നു. കടമ്പനിട്ടൊക്കെ ബാലേന്ദ്രനൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കവിതയില്ലായിരുന്നു. സാംസ്കാരിക അവിടെ ഇറങ്ങുന്നു സൈകാൾ, കാലത്തിൻ ചെവിക്കകമേ വിരഹാർദ്രനാദങ്ങൾ പതിച്ചവൻ, അവനേൽക്കുന്നു പാപം തമ്പുരു, അതു കാൺകപ്പെരുകീ ജനം, ഹൃദം തുറന്നു പിടിക്കവേ സർവസ്നേഹവും ഒന്നിച്ചൊഴുകുമൊരു ഗീതം, അന്തരംഗത്തെക്കാളും നിഗൂഢം അതിഭദ്രം, ഒഴുകി സൈകാളിൻ്റെ ആത്മാവിൽ നിന്നും കണ്ണീർ തടവിപ്പോയി സന്ധ്യാദേവി വിസ്മയത്താലേ.